ഹലോ എല്ലാവർക്കും നമ്മുടെ ലോങ് ഹെയർ വീഡിയോസ് ആൻഡ് ടിപ്സിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഹെയർ കെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി വളരെയധികം സ്മൂത്ത് ആക്കി വെക്കാൻ സാധിക്കുന്ന നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ്. നിങ്ങളുടെ മുടി എത്ര ഡ്രൈ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ബോർ വെള്ളത്തിൽ കുളിച്ച മുടി ഡ്രൈനെസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് തരത്തിലും വന്നിട്ടുള്ള ഡ്രൈനെസ് ആയിക്കോട്ടെ, അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം തരുന്ന ഒരു നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ്. കൂടാതെ വേനൽക്കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ്. നമ്മുടെ മുടി നല്ല നൗറിഷ് ആക്കി വെക്കാൻ, അതായത് നല്ല തിളക്കത്തോടു കൂടി നല്ലൊരു സ്മൂത്ത് ആക്കി വെക്കാൻ സാധിക്കുന്നതും നമ്മുടെ തലയോട് നല്ല ഹെൽത്തി ആക്കി വെക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കാര്യം നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. ഹെയർ പാക്ക് നമ്മുടെ തലയിൽ തേക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുടി നന്നായി ചീകി വൃത്തിയാക്കി കെട്ടെല്ലാം കളഞ്ഞ് നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ മുടിയിലും തലയുടെ ഒട്ടിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഹെയർ പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു സബോളയാണ്, ഇടത്തരം വലുപ്പമുള്ള ഒരു സബോള. അതിനുശേഷം 3 ചെറിയ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് പഴം വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഇന്ന പഴം വേണം എന്നൊന്നും ഒരു നിർബന്ധമില്ല, നന്നായി പഴുത്ത പഴം ആവണമെന്നേ ഉള്ളൂ. അതിനുശേഷം ഇവിയോൺ ആണ്, അതായത് നമ്മുടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് ഞാൻ 2 എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അമ്മ തലയിൽ ഉപയോഗിക്കാനായിട്ട് മേടിച്ച് വെക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാനുള്ള സാധനമുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്, അതുകൊണ്ട് വീഡിയോ അത്ര നന്നായി പെർഫെക്ഷനായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ 3 പഴത്തിൻ്റെയും തൊലി നന്നായി കളഞ്ഞെടുത്തിട്ടുണ്ട്, സവോളയുടെ തൊലി നന്നായി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ എടുത്തിട്ടുള്ള പഴം നന്നായി കുഞ്ഞിതാക്കി ചെറുതാക്കി അരിഞ്ഞിടണം. ഇപ്പം ഞാൻ അത്യാവശ്യം വലുപ്പത്തിലാണ് അത് അരിഞ്ഞിട്ടത്, അതുകൊണ്ട് തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിൽ അത് അരഞ്ഞ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നന്നായി പഴുത്ത പഴമല്ലേ, അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരുപാട് വലുതാക്കി ഇടരുത്. കുഞ്ഞ് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. നമ്മുടെ സബോളയും അതിലോട്ട് നന്നായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പോൾ ഇതൊന്നും കൂടി അരയാനുണ്ട്, ഞാൻ കഷ്ണങ്ങൾ ഉണ്ടോയെന്ന് നോക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി അരയാനുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് കൊടുത്തിട്ട് അത് നന്നായി ഫൈനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു തുണി എടുക്കുക, എന്നിട്ട് നല്ലൊരു വൃത്തിയുള്ള പാത്രം എടുക്കുക. എന്നിട്ട് ആ തുണി ഇതേപോലെ നമ്മുടെ പ്ലേറ്റിലോട്ട് വെച്ച് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ മിശ്രിതം ഈ ഒരു തുണിയിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മ തലയിൽ ഉപയോഗിക്കാൻ വേണ്ടി പിഴിയുന്ന ഒരു തുണി തന്നെയാണ് ഞാനും എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് നമ്മൾ ഒഴിച്ചു കൊടുക്കണം, ഇപ്പോഴല്ല കേട്ടോ. ഈ ഒരു മിശ്രിതം നന്നായിട്ട് തുണിയിൽ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് കിട്ടും. അതിനുശേഷം അതിൻ്റെ വേസ്റ്റൊക്കെ ആ തുണിയിലും പെടും കേട്ടോ. അപ്പോൾ നമ്മുടെ തലയിൽ പറ്റി പിടിച്ചിരിക്കാൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടാവില്ല. അതിനുശേഷം നമ്മുടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് ഇതിലോട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. രണ്ടും നന്നായിട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. അതായത് അതിൻ്റെ തുമ്പത്തൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ രണ്ടും ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. മിക്സ് ആവാതെ നിങ്ങൾ ഇത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ച കാരണം അത് ഇളക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോവുകയാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒട്ടും വൈകാതെ തന്നെ, ഇത് ഒട്ടും എടുത്തു വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കല്ല, ഒട്ടും വൈകാതെ തന്നെ നിങ്ങളുടെ തലയിൽ മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇനി ഞാനിതിൻ്റെ പ്രത്യേകതകൾ പറയാം. ഈ ഒരു ഹെയർ പാക്ക് ഇടുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വൈറ്റമിൻ ഇയും അതേപോലെ തന്നെ പഴവും അതേപോലെ തന്നെ നമ്മുടെ സവോളയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സവോള നമ്മുടെ തലയിലുണ്ടാകുന്ന താരം കളയാനും മുടി കൊഴിച്ചിൽ മാറ്റാനും മുടിയുടെ റൂട്ട്സിനെ നന്നായിട്ട് ബലപ്പെടുത്താനും കഴിവുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ലതാണ്. അതേപോലെ തന്നെ വൈറ്റമിൻ ഇ ആണെങ്കിൽ നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള മുടി നന്നായിട്ട് ഹെൽത്തി ആക്കി വയ്ക്കാൻ, അതായത് ഇനി പൊട്ടിപ്പോവാതെ നമ്മുടെ മുടി ഹെൽത്തി ആക്കി വയ്ക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. നന്നായിട്ട് മുടി സോഫ്റ്റ് ആക്കുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് പഴം നമ്മുടെ തലയിലുണ്ടാവുന്ന ഡാമേജുകൾ മാറ്റാനും മുടിയിലുണ്ടാവുന്ന ഡാമേജുകൾ മാറ്റാനും സ്കിന്നിലുണ്ടാവുന്ന അലർജി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി സ്കിന്നെ നന്നായി ഹെൽത്തി ആക്കി വയ്ക്കാനൊക്കെ കഴിവുള്ള 3 സാധനങ്ങളാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആവും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ തലയിൽ തേച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് നേരം തലയിൽ വെക്കണം. അതിനുശേഷം നിങ്ങൾ ഷാമ്പു ഉപയോഗിച്ചിട്ട് വേണം ഇത് കഴുകി കളയാൻ. വെറുതെ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ ഇത് വൃത്തിയാവില്ല. ഷാമ്പു തന്നെ ഉപയോഗിക്കണം. അതായത് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഷാമ്പു തലയിൽ ഉപയോഗിച്ച് ഇത് കഴുകി കളയുക. ഇനി ഷാമ്പു ഉപയോഗിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ഒഴിവാക്കുകയാണ് നല്ലത്.
അവർക്ക് മറ്റു പല ഹെയർ പാക്കുകളും ഞാൻ എൻ്റെ വീഡിയോസിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും സെലക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ തലയിൽ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു 25 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഷാമ്പു ഉപയോഗിച്ചിട്ട് ഈ ഒരു ഹെയർ പാക്കിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയായി കഴുകി കളയാവുന്നതാണ്. നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് വേണം ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ തലയിൽ നിന്ന് കഴുകി കളയാൻ വേണ്ടിയിട്ട്. പലരും എന്നോട് ചോദിച്ചിരുന്നു, മുടി ഡാമേജ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ മുടി നന്നായിട്ട് സ്പ്ലിറ്റായി പോകുന്നവർക്ക് എന്തെങ്കിലും ഒരു ഹെയർ പാക്ക് കാണിച്ചു തരുമോ, അതൊന്നും മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞു തരുമെന്ന് ചോദിച്ചിരുന്നു. ഈ ഒരു ഹെയർ പാക്ക് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതായത് ഒറ്റ യൂസിൽ തന്നെ നമുക്കത് അതിൻ്റെ ഒരു മാറ്റം, മുടിയിലുണ്ടായിട്ടുള്ളൊരു മാറ്റവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്, ഷാമ്പു ഉപയോഗിക്കുമ്പോൾ അത് ഒരുപാട് കെമിക്കൽസ് ഒന്നും അടങ്ങാത്തൊരു ഷാമ്പു വേണം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ മുടി ഡ്രൈ ആക്കാതെയും നിങ്ങളുടെ മുടി ഡാമേജ് ആക്കാതെയും ഇരിക്കുന്ന ഒരു ഷാമ്പു വേണം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് നിങ്ങൾ ചെയ്താൽ മതി. അതായത് നമ്മൾ ഷാമ്പു ചെയ്യുന്ന ദിവസം മാത്രം നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് തലയിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ 6 ഡേ റൊട്ടീൻ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പാക്ക് ഇടുന്ന ദിവസം നിങ്ങൾ പാക്ക് യൂസ് ചെയ്യാതെ നമ്മുടെ ടിപ്സ് തന്നെ ഫോളോ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഷാമ്പു ഇടുന്ന ദിവസം ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തല വാഷ് ചെയ്യാവുന്നതാണ്. 6 ഡേ റൊട്ടീൻ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ പറയണതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ 6 ഡേ റൊട്ടീൻ എന്താണെന്ന് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. കൂടാതെ 90 ഡേയ്സ് ഹെയർ കെയർ ചലഞ്ച് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടിക്കോളൂ കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഒരു 2 ആഴ്ചത്തോളം 2 ആഴ്ചയിൽ മേലെ ഞാൻ വെയ്യാതൊക്കെ കിടക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതേപോലെ തന്നെ എൻ്റെ ഹെയർ കെയറിൻ്റെ കാര്യമാണെങ്കിലും ഒരാഴ്ചത്തോളമൊക്കെ ഞാൻ തല നനയ്ക്കാതെ ഇരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ട്. താടി വീക്കായിരുന്നു. അപ്പോൾ കുറച്ച് എക്സ്ട്രീമായിട്ട് എനിക്ക് വന്നു. 2 ആഴ്ചത്തോളമൊക്കെ ഞാൻ 2.5 ആഴ്ചത്തോളമൊക്കെ ഞാൻ വെയ്യാണ്ടിരിക്കട്ടായി. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇടാനൊക്കെ വൈകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം, ഹെൽത്തി ആവണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ജ്യൂസുകളും അതിനനുസരിച്ചുള്ള ഹെയർ കെയർ ടിപ്പുകളൊക്കെ ആയിരിക്കും ഇനി എൻ്റെ ചാനലിൽ ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ സീ യു. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ താടി വീക്കം ഇപ്പോൾ ചെറിയവർക്കും വലിയവർക്കും വരുന്നുണ്ട്. ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ചെറിയ കുട്ടികൾക്ക് മാത്രമേ വരുള്ളൂ എന്നാണ്. ഇവിടെ ആദ്യം വന്നത് കുട്ടപ്പായ്ക്കാണ്. അതിന് ശേഷം ഒരു 10-18 ദിവസം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് വന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല ഇതിന്, പ്രത്യേകിച്ച് മരുന്നോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ റെസ്റ്റ് ചെയ്യുക, മാക്സിമം റെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാവരോടും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ ബൈ സീ യു. ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ.